ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിന്നോസിന് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വാപ്പിച്ച് വന്നപ്പോൾ 4 കോൽമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ തന്നെ അത് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ അതിൽ 2 എണ്ണം മാത്രം കൊടുക്കണുള്ളൂ. ബാക്കി 2 എണ്ണം വാപ്പിച്ചും കൂടി കഴിച്ചു എന്ന് പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ നിന്നോസിന് കൊടുക്കുന്നില്ല, പിപ്പിക്കും ചുച്ചിനും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ റിയാക്ഷൻ എന്നുള്ളത് കാണാം. അവർ അവിടെ കളിക്ക് ഞാൻ മിഠായി എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം, മിഠായി കൊടുക്കാം. കോൽമിഠായി ഉണ്ടേ? മിഠായി വേണോ? ആർക്കൊക്കെ മിഠായി വേണം? ചുച്ചുവിന് മിഠായി വേണോ? അവിടെ പോയിരിക്കും. ഇങ്ങട് അയ്യേ, മണ്ണലിൽ കളിക്കാനല്ലേ? ഓ, രണ്ടാളവിടെ പോയി ഇരുന്നിട്ടാ. അവിടെ ഇരുന്നേ ചുച്ചു, അവിടെ ഇരുന്നേ. എന്ത്? ആർക്കൊക്കെ മിഠായി വേണം? ഓക്കെ, എല്ലാവർക്കും തരാം കേട്ടോ. ഞാൻ തരാം, അവിടെ ഇരിക്കി. പിന്നെ നമ്മുടെ മിഠായി ഇതാണ് കേട്ടോ, ലോലി. ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ആദ്യം ചുച്ചുവിന് ഇപ്പിക്ക്. നിന്നെ വേണ്ടേ? 2 എണ്ണം. നിന്നൂനില്ല, അവിടെ ഇരിക്കേ. ഞാൻ പറയണേക്ക്. ഇന്നലെ വാപ്പിച്ച് എത്ര മിഠായി കൊണ്ടുവന്നുണ്ടായി? അവിടെ 2 എണ്ണം. എത്ര കറക്റ്റ് പറ. 4 മിഠായി കൊണ്ടുവന്നുണ്ടായില്ലേ? അത് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരു മിഠായി ഉമ്മച്ചി ഒരു മിഠായി വാപ്പിച്ചും തിന്നു. ബാക്കി 2 മിഠായി ഉള്ളൂ. നിന്നെ വലിയ കുട്ടിയല്ലേ? നിന്നൂന് ഇന്ന് വൈകുന്നേരം വരുമ്പോൾ വാപ്പിച്ച് കൊണ്ടുവരും. അവർക്ക് പൊട്ടിച്ചെടുത്താ? നിന്നെ അവർക്ക് പൊട്ടിച്ചെടുത്ത? പൊട്ടിച്ച് കൊടുക്ക്, പൊട്ടിച്ചു കൊടുക്ക്. ഞാൻ പൊട്ടിച്ചേരാം. അവിടെ സൂപ്പർ മണാണ് കേട്ടോ മിഠായിയുടെ. ഏത് ഫ്ലേവറാ? പൈനാപ്പിൾ, മാംഗോ. നിന്ന ഇങ്ങോട്ട് വാ. നിന്ന ഓടി ഗൈസ്. മേലെ മിഠായി എടുത്തിട്ട് തരാമോ? നമ്മുടെ പ്രാങ്ക് പൊളിയും. ആ മാംഗോ. നിന്നെ പോയി. നിന്നെ മേലേന്ന് മിഠായി എടുത്തിട്ട് തരാം. അവളെ കണ്ടിട്ടില്ല, ഞാൻ മേലെ വെച്ചത്. അവള് പിണങ്ങി പോയിട്ടാ. നമുക്ക് അവളെ വിളിച്ചുകൊണ്ടുവരാൻ പോയിട്ട്. നിന്ന ഇങ്ങോട്ട് വായോ. വായോ, നിനക്ക് മിഠായി വേണ്ടല്ലോ? അങ്ങനെയുണ്ട് മിഠായി പിപ്പി. നിന്നൂന് മാങ്കോടെ മിഠായി ചപ്പാൻ കൊടുക്ക്. എന്നാ ചുച്ചു ചപ്പാൻ കൊടുത്തേ. കൊടുക്ക്. ചപ്പാൻ കൊടുക്ക്. ചപ്പിക്കോ. ആപ്പിച്ച് വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരില്ലേ വേറെ? ഇപ്പൊ ഇത് ചപ്പിക്കോളാൻ പറ. നിന്നെ അങ്ങോട്ട് വാ. വായോ. ചുച്ചു കൊടുത്തേ. ഇത്താക്ക് ചുച്ചു മിഠായി കൊടുത്തേ. ചുച്ചു ആർക്കാണ് ഇത്താനോട് ഇഷ്ടം നോക്കട്ടെ. ആരെ കൊടുക്കോ മിഠായി? നീ കൊടുക്കോ? എന്നാ കൊടുക്കും. ഈ മിഠായി അങ്ങനെ തന്നെ വേണോ? ആ മിഠായി വേണോ? വായോ, നമുക്ക് അവിടെ പോയിരിക്കാ. വായോ, അവിടെ പോയിരിക്കാ. അതെ, നിനക്ക് എന്താന്ന് അറിയാൻ മിഠായി തരാത്തേ? ഇത് വലിയതായില്ലേ? അത് കാരണം
അമ്മച്ചി അപ്പച്ചി മിഠായി തിന്നാറില്ലല്ലോ. നീ എപ്പോഴും മിഠായി ഉണ്ടല്ലേ, അതായിരുന്നു നിനക്ക് തരാഞ്ഞത്. ഇങ്ങോട്ട് വാ, അയ്യോ നീ ഓടല്ലേ, ഇങ്ങോട്ട് വാ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിന്നൂസ് ചിരിക്കണുള്ളൂ. ആള് മിഠായി കിട്ടാത്തതിൻ്റെ ചിരിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉള്ള ഭാവങ്ങൾ മാറി വരും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ദേഷ്യമാവും, ചിലപ്പോൾ കരച്ചിലാവും. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. എന്താണ് ഒരു 2 മണിക്കൂർ നമുക്ക് നോക്കാം എൻ്റെ നിന്നൂസിൻ്റെ ഭാവങ്ങൾ എങ്ങനെയൊക്കെ മാറുന്നതെന്നുള്ളത്. അപ്പോൾ അത് മാറി നടക്കാൻ കേട്ടോ. മിഠായി കൊടുക്കാത്തതിൻ്റെ വിഷമത്തിൽ മാറി നടക്കുന്നത് അതേ വേണ്ടി. എന്ത് കൂട്ടണത്? പുളി കിട്ടിയില്ലേ, അപ്പം മിഠായി വേണ്ടല്ലേ? എന്ത് ചീത്തയാ? ആ മിഠായി നിന്നു കൊടുക്ക്, പാവല്ലേ. വേണ്ട എങ്ങോട്ട് പോന്? വീട്ടിൽ എന്തുണ്ട്? ഇവിടെ ഇരിക്ക, ഞങ്ങൾക്ക് ഇവിടെ അല്ലേ ഇരിക്കണേ. വാപ്പിച്ചിനെ വിളിക്കാ ബാ നമുക്ക്. വായോ നിന്നു, ബായോ. നിന്നസിന് എന്താ പറയാനുള്ള? ചിരിക്കണ മിഠായി കിട്ടാത്തതിന്റെ സന്തോഷാണോ? ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി, ഞാൻ ചോദിക്കട്ടെ. മിഠായി ഒന്നും ഇഷ്ടമില്ല അല്ലേ? മിഠായി ഒന്നും വേണ്ടല്ലേ? ഓ ഇതെന്താണ് ഇവിടെ മിഠായി മാറ്റിട്ട് പുളിയായ? മിഠായി കടാട്ടിയേ താ, മിഠായി താട്ടെ, ഞാൻ ചപ്പട്ടെ. ഇവിടെ ഇരിക്കി, പറയട്ടെ മച്ചി. അവരെ നോക്കിയേ നീ, അവര് മിഠായിനെ നോക്കിയേ. അവരേ വാപ്പിച്ച് പറഞ്ഞേ ചുച്ചുവിനും പിപ്പിക്കും മിഠായി കൊടുത്താൽ മതി. നിന്നു ഭയങ്കര കുറുമ്പത്തില്ല, ഭയങ്കര ഒച്ചല്ല അവൾക്ക്. അത് കാരണം അവൾക്ക് മിഠായി ഒന്നും കൊടുക്കണ്ട, നിന്നും പിപ്പിക്കും ചുച്ചുവിനും മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വാപ്പിച്ച്. അപ്പം ഞാനും പറഞ്ഞു ആ ശരിയാ, നിന്നു ഭയങ്കര കുറുമ്പ, അവൾക്ക് ഭയങ്കര സാമർത്ഥ്യം. അത് കാരണം ഇങ്ങോട്ട് വാ ചാൽ പിടിച്ച് വലിക്ക് മറ്റേ അവിടെ ഇരിക്കണ്ടേ, കാലായിട്ടിരിക്കണ്ടേ. നിന്നു എന്നാ മിഠായി. നിന്നൂസ് ഇവിടെ എന്താണ് പരിപാടി? ഇതിൻ്റെ ഉള്ളിൽ തൊട്ട് അമ്പടി കള്ളി, ഇതിൻ്റെ ഉള്ളിൽ മിഠായി ഒളിപ്പിച്ചിട്ടുണ്ടാ? അവിടെ ഒന്നുമില്ല. കള്ളക്ക് പ്രാങ്ക് പൊളഞ്ഞു ഗൈസ്.
അങ്ങനെ ഗൈസ് നമ്മുടെ പ്രാങ്ക് ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. നിന്നസ് മിഠായി കണ്ടുപിടിച്ചിട്ടാ. നിന്നസ് എന്നെങ്ങാണ്ട് വാങ്ങിച്ച മിഠായി എന്താണ് കുപ്പിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതെടുത്ത് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു ആള്. നമ്മൾ വിചാരിച്ച കരഞ്ഞിക്കുളമായില്ല. എന്നാലും വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ ഓണാക്കുമ്പോൾ അവൾ പോവും. അല്ലാതെ നേരത്തെ തന്നെ മിഠായി വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു കേട്ടോ. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മനസ്സിലായോ പ്രാങ്ക്? പിന്നെ കണ്ടു. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ പ്രാങ്ക്. വലിയ കുളമായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.